ആരാന്നൊന്നും അറിയുന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ലൈവ് ചെയ്തിട്ട് എന്നെ വയർത്തിട്ട് ടെൻഷനായിട്ട്. ഏട്ടൻ എപ്പോഴും പറയും ചെയ്യും, എന്നാലല്ലേ വാച്ചിങ് ടൈമൊക്കെ കൂടുകയുള്ളൂ. എനിക്കൊരു മടി. ഏട്ടൻ വർക്കിന് പോയേക്കുക. ചിലപ്പോൾ നാളെ ലൈവ് ചെയ്യുവാണെങ്കിൽ ഏട്ടനുണ്ട് വെച്ചാൽ കാണിക്കാം. ഏട്ടന് പക്ഷേ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനോടും ഇടുന്നതിനോടും ഒക്കെ പുള്ളിക്കൊരു മടിയാണ് ചെയ്യുക. എന്നോട് ചെയ്യാൻ എല്ലാം ചെയ്യാൻ പറയും. എനിക്ക് മടിയാ. ഏട്ടൻ പക്ഷെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് തരും, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടൊരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യാനെങ്ങനെ നമ്മൾ ആരാന്നറിയണില്ലല്ലോ സംസാരിക്കുമ്പോൾ, അതിൻ്റെ ഒരു ടെൻഷൻ. അറിയാവുന്ന ആൾക്കാരൊക്കെ അതൊക്കെ നന്നായിട്ട് സംസാരിക്കും. ഇതിപ്പോൾ ആരാന്ന് പോലും അറിയാത്തവരടുത്ത് സംസാരിക്കാൻ ഒരു മടി. അല്ല, വെറുതെ ഫോണിൽ നോക്കിയിരുന്ന് എന്ത് പറയാൻ. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. ഞാൻ ഈ കഴിഞ്ഞോരിടയായിട്ടാണ് ഈ ലൈവിൻ്റെ കാര്യമൊക്കെ അറിയുന്നത്. ലൈവ് ചെയ്യുന്നുണ്ട്, എനിക്ക് മടിയായിട്ട് ചെയ്യാണ്ടിരുന്നേ. അത് തന്നെ, കുറച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ സെറ്റാകും. ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, വന്നിട്ട് അന്നേരം ഓഫ് ചെയ്യും. എനിക്ക് ക്യാമറയ്ക്കവിടെ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എന്തോ മാതിരിയോ, അപ്പോഴും ഓഫ് ചെയ്യും. പിന്നെ ലൈവ് കൂടെ ചെയ്താൽ വാച്ചിങ് ടൈം കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ചെയ്യുക. കഴിഞ്ഞ ഒരു ദിവസം ചെയ്തപ്പോൾ 13 പേരെങ്ങാണ്ട് വന്നു. 4 മിനിറ്റ് ചെയ്തു. അപ്പോഴേ പിന്നെ എനിക്കൊരു മടി ബാക്കി ചെയ്യാൻ. ഞാൻ അപ്പോഴേ നിർത്തി. അത് ഇട്ടത് ഡിലീറ്റ് ആക്കുകയും ചെയ്തു വീഡിയോ. ഇപ്പം ഇത്തിരി ടെൻഷനൊക്കെ മാറി ചെയ്യാമെന്ന് വിചാരിച്ചൊന്നും ആൾക്കാരെ കാണാനില്ല. ഫുഡ് കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? താങ്ക് യു. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിവിടെ പോസ്റ്റായിട്ട് നിൽക്കേണ്ട വന്നേനെ. വർക്ക് ചെയ്യുന്നതും തിരുവനന്തപുരത്ത് തന്നെ. ഓക്കെ, എനിക്ക് ഒക്കെ ടാറ്റ. 15 മിനിറ്റ് ആയില്ലേ ഇരിക്കും. പിന്നെ എനിക്ക് ഇതിൻ്റെ കുറച്ച് പണി ഉണ്ട്. ഇപ്പം എൻ്റെ മോള് വരും, മൂത്ത മോള്. അപ്പം അവൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണം. ഞാൻ ജസ്റ്റ് വെറുതെ കയറി നോക്കിയത് അങ്ങനെ ഉണ്ടെന്നറിയാം. അപ്പം താങ്ക് യു. ടാറ്റാ.